139 വർഷം മുമ്പ് ഒമാനിലെ ലോഫാർ മേഖലയുടെ ഭരണം കൈയാളിയിരുന്ന മലയാളിയാണിത്. പേര് ഫദൽ ബിൻ അലവി. മമ്പുറം തങ്ങൾ എന്ന പേരിൽ മലയാളികൾക്ക് സുപരിചിതനായ സ്വാതന്ത്ര്യ സമര പോരാളി സയ്യിദ് അലവി തങ്ങളുടെ മകനാണ് ഇദ്ദേഹം. 1874 മുതൽ 1879 വരെ 5 വർഷമാണ് ഇദ്ദേഹം ലോഫാർ ഭരിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നയിച്ചതിന് നാടുകടത്താൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഫദൽ ബിൻ അലവി മക്കയിലേക്ക് പോയി. പിന്നീടുള്ള ചരിത്രം മലയാളികൾക്ക് ലഭ്യമായിരുന്നില്ല. ഒമാനിലെത്തിയ ഇദ്ദേഹത്തിന്റെ അറിയപ്പെടാത്ത ഏടുകളിലേക്കാണ് റഹ്മത്തുള്ള മഗ്രിബിയുടെ പഠനം വെളിച്ചം വീശുന്നത്. ലോഫാറിലെത്തിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് 5-6 മാസം കൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ ഇടയിൽ പരസ്പരം രമ്യത ഉണ്ടാക്കുകയും ഐക്യം ഉണ്ടാക്കുകയും വളരെ നല്ല രൂപത്തിലേക്ക് ആളുകളെ വളരെ ഐക്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പ്രധാനമായിട്ട് അൽ ഖറ ഗോത്രം, അതുപോലെ അൽ കസീർ ഗോത്രം തുടങ്ങിയവരായിരുന്നു അവിടുത്തെ ഗോത്രപ്രമുഖർ. അന്നത്തെ തുർക്കി സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ആശീർവാദത്തോടെ ലോഫാറിന്റെ ഭരണം ഏറ്റെടുത്ത ഫദൽ നിരവധി ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കി. കയറ്റിറക്കുമതി നികുതിയും സക്കാത്തും കർശനമായി പിരിച്ചെടുത്തു. എന്നാൽ തങ്ങൾ നാടുകടത്തിയ ഒരാൾ ഭരണാധികാരിയായത് ബ്രിട്ടന് കടുത്ത നീരസമുണ്ടാക്കി. അന്നത്തെ മസ്കത്ത് സുൽത്താനായിരുന്ന തുർക്കി ബിൻ സയ്യിദിനോടും ഇദ്ദേഹത്തെ നിയമിച്ച തുർക്കി സുൽത്താനോടും ഫദലിനെ ആറ്റണമെന്ന് ആവശ്യപ്പെട്ട് അവർ സമ്മർദ്ദം ശക്തമാക്കി. അധികാരമൊഴിഞ്ഞ് അദ്ദേഹം തുർക്കി സുൽത്താന്റെ ഉപദേശകനും മന്ത്രിയുമായി ചുമതലയേറ്റുവെന്നാണ് ബാക്കി ചരിത്രം. റഹ്മത്തുള്ളയുടെ ഗവേഷണ പ്രബന്ധം ഈ മാസം 22-ന് കോഴിക്കോട് നടക്കുന്ന കേരള മുസ്ലിം ഹെറിറ്റേജ് കോൺഫറൻസിൽ അവതരിപ്പിക്കും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.